ഇടുക്കി മുനിയറയിൽ വയോധികയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിൽ പൂട്ടിയ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. സ്ഥലത്ത് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്താണ് പോലീസിന്റെ നീക്കം? രാഹുൽ സുരേഷ്, നമ്മളവിടെ തുടരുകയാണ്. ആ അമ്മയ്ക്ക് വീട് തുറന്ന് അകത്ത് കയറുന്നതിന് സബ് കളക്ടറുടെ ഉത്തരവടക്കമുണ്ട്. എന്നിട്ടും മകനും ഭാര്യയും ആ വീട് പൂട്ടിപ്പോയതാണ്. മകൻ തിരിച്ചെത്തിയോ? പോലീസ് ഇപ്പോൾ എന്താണ് അടുത്തതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വാതിൽ തുറക്കുമോ? അമ്മയെ അകത്ത് കയറ്റുമോ? സുജയ പാർവതി, ഇപ്പോഴും പങ്കജാക്ഷി അമ്മ വീടിന് പുറത്ത് തന്നെ കഴിയുകയാണ്. പോലീസ്, പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ വീടിനകത്തേക്ക് അമ്മയ്ക്ക് കയറാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അമ്മ ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മുകളിൽ സുരേഷിൻ്റെ 3 മക്കൾ കൂടി ഉണ്ടെന്ന കാര്യം ഈ അവസരത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്നലെ രാവിലെ മുതൽ ആ മക്കൾ ആ വീടിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള രമ്യ റിനീഷ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ. ഇപ്പോൾ വെള്ളത്തോൽ പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളത്തോൽ പോലീസ് നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് മകൻ ഉടൻ തന്നെ ഈ വീട്ടിലേക്ക് എത്തും. അതിനുശേഷം വാതിൽ പൊട്ടിച്ച ശേഷം, വാതിലിൻ്റെ ലോക്ക് തുറന്ന ശേഷം അകത്തേക്ക് കയറാനുള്ള ഒരു അവസരം നൽകാമെന്ന കാര്യം മകൻ അറിയിച്ചു എന്നാണ് പറയുന്നത്. താക്കോൽ തൻ്റെ പക്ഷമില്ല. അതുകൊണ്ട് ഈ വീടിൻ്റെ വാതിൽ തകർത്ത ശേഷം വേണം അകത്തേക്ക് കയറാൻ. അതിന് പോലീസിൻ്റെ സംരക്ഷണം ഉൾപ്പെടെ വേണമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ മകൻ സുരേഷ് ഈ വീട്ടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ അമ്മയുമായി സംസാരിക്കുന്നുണ്ട്. SNDP യൂണിയൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ നാട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് കാണിച്ചു തരാം. പഞ്ചായത്ത് അധികൃതർ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ വെള്ളത്തോൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇപ്പോൾ ശാഖ പ്രസിഡന്റായിട്ടുള്ള സുഭാഷാണ് ചേരുന്നത്. നിങ്ങൾ ഈ പ്രശ്നം ഇത്രയ്ക്ക് രൂക്ഷമാകാൻ കാത്തു നിൽക്കാതെ നേരത്തെ ഇടപെട്ടിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇടപെട്ടിരുന്നു. ഞങ്ങളിത് തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെ മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ പ്രസിഡൻ്റാണ്. ശാഖയുടെ സെക്രട്ടറി അജിയും പഞ്ചായത്ത് ഇവിടുത്തെ വാർഡ് മെമ്പറും കൂടി സുരേഷിൻ്റെ വൈഫായിട്ട് 2-3 മണിക്കൂർ അവിടെയും സംസാരിച്ചു. അപ്പം പുള്ളിക്കാരത്തേക്ക് താമസിക്കുന്ന കാര്യത്തിൽ അത്രയും താല്പര്യമില്ല. അപ്പോൾ സുരേഷും അവരുടെ വീട്ടുകാരും പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അത് കഴിഞ്ഞ് ഈ സുരേഷിന് ഇപ്പോഴും അമ്മേനെ ഇവിടെ അകത്ത് കയറ്റി താമസിപ്പിക്കണം എന്ന് തന്നെയാണല്ലേ? അതെ. മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് കുറച്ച്. അതുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് പിൻവലിയണമെന്നാണ് നമ്മുടെ ഒരു മനസ്സിലിരിപ്പ്. എന്തായാലും നമ്മൾ സംസാരിച്ചു. ഇത് പ്രശ്നങ്ങളാകാതെ, ഇത്രയും ഗൗരവമായിട്ടുള്ള കാര്യമാണ്. 85 വയസ്സുള്ള അമ്മയാണ്. അപ്പോൾ അവർക്കുള്ള സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് സുരേഷിന് ഉത്തരവാദിത്തമുള്ള കാര്യമാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. എങ്ങനെയോ സംഭവശാല അത് നീണ്ടു പോയി. ഇപ്പോൾ ഇന്നലെ ADMൻ്റെ ഓർഡർ കിട്ടി രാവിലെ വന്നപ്പം പെര പൊട്ടിയിട്ട് പോയി. രാഹുൽ സുരേഷ്, ഇപ്പോൾ വീടിന്റെ മുകൾ നിലയിലുള്ളത് സുരേഷിന്റെ ആദ്യ വിവാഹത്തിലെ മക്കളടക്കമാണോ? ആരാണ് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത്? ഒരു തീരുമാനം ഇന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ് വന്ന് തുറന്നു. സുജയ പാർവതി, ഈ വീടിൻ്റെ മുകളിൽ 3 മക്കളാണ് ഉള്ളത്. 3 മക്കളുണ്ട്. അതിൽ സുരേഷിൻ്റെ 2 മക്കളും സുരേഷിൻ്റെ ഭാര്യയുടെ ആദ്യത്തെ കുടിയിലെ ഒരു മകളുമാണ് ഉള്ളത്. അങ്ങനെ 3 പേരാണുള്ളത്. ഇന്നലെ രാവിലെ മുതൽ ആ വീടിൻ്റെ അകത്ത് താമസിക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പഞ്ചായത്ത് അധികൃതരും ഇപ്പോൾ ഒരു വനിതാ പോലീസ് സംഘവും കൂടി ആ വീടിനകത്തേക്ക് കയറിയിട്ടുള്ളത്. അവരുമായി സംസാരിക്കുകയാണ്. അവർക്ക് ആവശ്യമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരുക്കാമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളത്. അതേസമയം നമുക്ക് മറ്റൊരു വിവരം ഈ കുടുംബക്കാരിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്, ഈ സുരേഷിൻ്റെ ഭാര്യ വീണ്ടും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വീടിനകത്തേക്ക് അമ്മയെ കയറ്റുകയാണെങ്കിൽ ആ മക്കൾ ആത്മഹത്യ ചെയ്യുന്നു ഉൾപ്പെടെയുള്ള ഭീഷണി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനിതാ പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് അമ്മയോട് ഒരിക്കൽ കൂടി പ്രതികരണം തേടാം. അമ്മ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. എൻ്റെ മകനും ഒന്നും പറ്റരുത്. എൻ്റെ പിള്ളേർക്കൊന്നും ആർക്കും ഒരു കുഴപ്പം പറ്റരുത്. അങ്ങനെ മാത്രമേ. സുജയ പാർവതി, അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല. അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ സുരേഷ്, അമ്മയുടെ കണ്ണീർ. അമ്മ നൊന്തുപെറ്റ 5 മക്കൾ, 3 ആൺമക്കളും 2 പെൺമക്കളും. അതിൽ 2 പേർ ക്യാൻസർ രോഗികളാണ്. മറ്റ് 3 പേരുണ്ട്. അതിൽ ഒരു മകനടക്കം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ മകനെ കേട്ടതാണ്. ആ മകൻ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലമൊഴുകി വരുന്ന പാതയിലാണ്. അവിടെ സുരക്ഷിതത്വമില്ല, വഴിയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഡാം ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ അമ്മയെ സംരക്ഷിക്കാൻ 5 മക്കളിൽ ഒരാളെങ്കിലും മുന്നോട്ട് വരേണ്ടതാണ്. സുരേഷിന്റെ വീട്ടിൽ, അച്ഛന്റെ ഓർമ്മകളുള്ള ആ വീട്ടിൽ കഴിയാനാണ് ആഗ്രഹമെന്ന് അമ്മ പറയുമ്പോൾ സുരേഷിന്റെ മക്കളടക്കം അതിന് എതിര് നിൽക്കുകയാണോ? ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു അമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ.